പ്രകൃതിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, എന്തായാണ് കാണുന്നത്? അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപം, ഭാവം ഉണ്ടായിരിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പാരന്റ്സ് ആൻഡ് മദർ നേച്ചർ, ഹൗ വി സീ നേച്ചർ ഷേപ്സ് ഹൗ വി ലിവ്. അമ്മയച്ഛന്മാരും പ്രകൃതി എന്ന അമ്മത്വവും, അതാണ് ഇന്നത്തെ വിഷയം. അമ്മയച്ഛന്മാരോടുള്ള നമ്മുടെ നിലപാടുകൾ പോലെ തന്നെയാണ് പ്രകൃതി എന്ന മഹത്തായ അമ്മത്വത്തോടുള്ള നമ്മുടെ ബന്ധവും രൂപപ്പെടുന്നത്. പ്രകൃതിയെ ഉപഭോഗ വസ്തുവായോ സഹജീവിയായോ ധർമ്മത്തിന്റെ കേന്ദ്രമായോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും മഹാഗർഭമായോ കാണാം. ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിത രീതിയെ നിർണ്ണയിക്കുന്നു. പ്രകൃതിയെ അമ്മത്തമായി അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ ഐക്യവും സ്നേഹവും ധർമ്മവും മനുഷ്യൻ കണ്ടെത്തുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നമ്മുടെ അച്ഛനമ്മമാരോടുള്ള നിലപാട് ആധുനിക കാലത്ത് പലരിലും പല രൂപത്തിലാണ് കാണാറുള്ളത്. ആധുനിക കാലം ഉപഭോഗത്തിന്റെയാണ്, ഉപഭോഗ സംസ്കാരത്തിന്റെയാണ്, അല്ലെ? എല്ലാം എനിക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളതാണ് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. ആ കണ്ണിലൂടെ എല്ലാ വിഭവങ്ങളെയും കാണുമ്പോൾ നമുക്ക് ആധാരമാകുന്ന അമ്മയെയും അച്ഛനെയും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളവരായിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കാണുന്നത്. ഈ ഉപഭോഗത്തിന്റെ അകത്ത് നിന്ന് ഉപഭോഗ സംസ്കാരത്തിൽ സിങ്ക് ചെയ്ത് പോകുന്നവരാണ് ഏറെക്കുറെ എല്ലാവരും. എങ്കിലും അച്ഛനമ്മമാരെ കാണുന്നതില് നമ്മുടെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന്റെ പല ഭാഷ്യങ്ങളിലൂടെ നമ്മൾ അതിനെ കാണുന്നുണ്ട്. അത് നമ്മുടെ ബേസിക് ടെമ്പറമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ ഈ എല്ലാവരും ഉപഭോഗ സംസ്കാരത്തിനോട് ജീവിച്ചു പോകുന്നവരാണെങ്കിലും കുറച്ചു പേർക്ക് മാത്രമേ ഈ ഉപഭോഗത്തിൻ്റെതായിട്ടുള്ള സമ്പൂർണ്ണ ആൽഗരിതം ഉപയോഗിച്ചുകൊണ്ട് അച്ഛനമ്മമാരെ കാണാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുതലാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ വിസ്ഫോടനാത്മകമായ വികാസം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ വിസ്ഫോടനാത്മകമായ വികാസം അവനെ അത്തരം ഒരു ചിന്താധാരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സ്പേസ് ആയിട്ട്, ഉറവിടമായിട്ട് കാണുന്നത്. അവിടെ അവന് ഏറ്റവും പ്രധാനമായിട്ടുള്ള സുഖവും സൗകര്യവുമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, സൗകര്യമാണ്, സുഖമാണ് മനുഷ്യന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊന്നിന്റെയും ജീവിതത്തിന് നിദാനമാകുന്നത്. അവൻ അതിലേക്കാണ് നീങ്ങിപ്പോകുന്നത്. അവിടെ ജൈവശാസ്ത്രപരമായ ചോദനകൾക്കും അപ്പുറത്ത് അവന്റേതായിട്ടുള്ള ചില ചിന്താ പദ്ധതികളും ചോയ്സും തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്ന സമയത്ത് അവന് വേണ്ടുന്ന രീതിയിൽ ഇതിനെയെല്ലാം വഴിതിരിച്ചു വെക്കാൻ കഴിയുന്നു. പ്രകൃതിയിൽ കാട്ടിൽ കാണുന്ന ആ രീതിയല്ല നമ്മുടെ നാട്ടിലുള്ളത്. കാട്ടില് മാതാപിതാക്കളോട് ഒരു അടുപ്പവും അതേപോലെ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ ഒരു അകലവും സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിത വൃത്തിയാണ് ഉണ്ടാവുന്നതെങ്കിൽ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയേ അല്ല. അവിടെയാണ് ഈ ചോയ്സ്, ഇത് ഏത് വഴിക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. അപ്പോ ഉപഭോഗ സംസ്കാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ സുഖവും സൗകര്യവും പ്രധാനമായിട്ട് കണക്കാക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉറവിടമായിട്ട്, സോഴ്സായിട്ട്, റിസോഴ്സായിട്ട് അവിടെ കാണുന്നു. അപ്പോൾ ബന്ധം എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്ന ഇൻസ്ട്രുമെന്റൽ വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന ഹെൽപ്പിന്റെ സപ്പോർട്ടിന് അനുസൃതമായിട്ടാണ്, ഉപകാരത്തിനനുസൃതമായിട്ടാണ്. അതുകൊണ്ടാണ് ഉപഭോഗ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കടമകൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ നമുക്കുള്ള നിയോഗങ്ങൾ, ദൗത്യങ്ങൾ എന്നുള്ള രീതിയിൽ കാണുന്നതിന് പകരം നമ്മൾ അവകാശത്തെ കുറിച്ചാണ് പ്രാധാന്യം. മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നില്ലേ, ജീവാവകാശം എന്നൊക്കെ പറയുന്നില്ലേ, ആ അവകാശത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ അവകാശത്തെക്കുറിച്ചുള്ള വാദം എവിടെങ്കിലും കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, അതിന്റെ നന്മ എന്ന് പറയുന്നത് ഉപഭോഗ സംസ്കാരത്തിന്റെ ആണിവേരിൽ ഊന്നിക്കൊണ്ടാണ്. നമ്മൾ ഒളിമ്പസ് കാണുന്നത് ഉപഭോഗം എന്ന് പറയുന്നത് ബന്ധങ്ങളെ വസ്തുവൽക്കരിക്കുകയാണ്, വെറും മെറ്റീരിയൽ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു സുപ്രധാന ആൽഗരിതമാണ്. ആ ബന്ധത്തിന്റെ സൗന്ദര്യം, ഗുണം തുടങ്ങിയ കാര്യങ്ങളാണ്
ഈ പ്രപഞ്ചത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നതെങ്കിൽ ഉപഭോഗം എന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മളെ അതിനെ വെറും മെറ്റീരിയൽ ആയിട്ട് കാരണം അതിനകത്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ കുറവ് വരുന്ന രീതിയിലേക്ക് കാണുന്നു, അല്ലെങ്കിൽ ഊന രീതിയിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അച്ഛനമ്മമാരെ ഉപഭോഗത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി അവകാശത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ഒരു തലത്തിൽ നിന്നും നോക്കി അവരെ റിസോഴ്സ് സെന്റർ ആയിട്ട് നമ്മൾ കാണുന്നു. നമുക്ക് ഉപയോഗിക്കാനുള്ള ചില വസ്തുക്കളായിട്ട് നമുക്ക് വേണ്ടത് റിസോഴ്സ് തരേണ്ടതുമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു വീക്ഷണമുണ്ട്, നമ്മൾ ആധുനിക മനുഷ്യൻ യുക്തിയുടെ കണ്ണിലൂടെ കാണുന്നുണ്ടല്ലോ. അവിടെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ നമ്മളെ സംരക്ഷിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം, നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടതും ഉത്തരവാദിത്തം. അവിടെ ശരി തെറ്റ് എന്നുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബന്ധങ്ങളെ വിലയിരുത്തുന്നത്. അച്ഛനെ നോക്കാതിരുന്നാൽ അത് തെറ്റ്, അമ്മയെ നോക്കാതിരുന്നാൽ അത് തെറ്റ്, അവർ നമ്മളെ നോക്കാതിരുന്നാൽ തെറ്റ്. അപ്പൊ ശരി തെറ്റ് എന്ന് പറയുന്ന യുക്തിവിചാരത്തിന്റെ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ അതിനെ കാണുന്നത്. അവിടെ നമ്മുടെ ആണവബലം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അഹംബോധം അനുസരിച്ച് എന്ത് നല്ലത് എന്ന് നമ്മൾ നിർണയിച്ച് നടപ്പിലാക്കുന്നു. നല്ലതായിരിക്കണം എന്ന് മിക്കവരും ചിന്തിക്കുന്നു. യുക്തിയുടെ ഒരു സപ്പോർട്ടുള്ള ആളുകൾ നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കാറുണ്ട്. യുക്തിയുടെ എല്ലാവരുമല്ല, യുക്തിയെ പൂർണ്ണമായിട്ടുള്ള ഊർധഗതിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ദിശയിലേക്ക് യുക്തി വിചാരം ചെയ്യുന്ന ആളുകൾ ഇത് നല്ലതായിരിക്കണമെന്ന് ശ്രദ്ധിക്കുകയും നല്ലത് എന്നുള്ളത് നമ്മൾ അനുമാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അമ്മ തുടങ്ങിയ ബന്ധങ്ങളോട് നമ്മൾ ഏത് നിലയിൽ നിൽക്കണം എന്നത് യുക്തിയാണ് തീരുമാനിക്കുന്നത്. അവിടെ യുക്തി കരുണയെ സഹായിക്കും. നമ്മൾ അതിനോട് അവർക്ക് ഇല്ലാത്തതല്ലേ, നമ്മൾ കൊടുക്കേണ്ടതല്ലേ എന്ന രീതിയിൽ നമ്മൾ ആ യുക്തി എന്നുള്ളത് കരുണ ഉണ്ടാകേണ്ട ഭാവത്തെ സഹായിക്കും. പക്ഷെ അത് കരുണയാവില്ല കേട്ടോ, ഒരിക്കലും അത് കരുണയാവില്ല. അപ്പൊ അച്ഛനമ്മയോടുള്ളതാണെങ്കിലും ശരി, മറ്റു ജീവജാലങ്ങളോടുള്ളതാണെങ്കിലും ശരിയുള്ള കരുണ എന്ന് പറയുന്നത് യുക്തിയുടെ പുറത്തു പ്രവർത്തിക്കും. ഒരിക്കലും യുക്തി കൊണ്ട് ഒരു റീപ്ലേസ്മെന്റ് നടത്താൻ കഴിയില്ല. അതിന് അവിടെയൊക്കെ ബന്ധം എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു ക്രമീകരണമാണ്. എല്ലാം തമ്മിൽ കൊണ്ടുപോകുന്ന ഒരു ക്രമീകരണമായിട്ട് യുക്തിവിചാരം കൊണ്ട് നമ്മൾ അതിനെ ഷെയ്പ്പ് ചെയ്ത് വെക്കും. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് ധർമ്മത്തിന്റെ കണ്ണിലൂടെ കാണുന്നു എന്നുള്ളതാണ്. ധർമ്മത്തിന്റെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് ഈ എന്താ പറയാ, നമ്മൾ ആ പരമ്പരയുടെ തുടർച്ചയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പരമ്പരയുടെ തുടർച്ചയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അവർ നൽകിയതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട്, മറുപടി ആയിട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അവർ നമുക്ക് നൽകിയത് എന്താണോ അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ കടമയായിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ ഉറപ്പായിട്ടും ബന്ധം ഒരു പരസ്പര ധർമ്മപൂർണമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. നന്ദി, ഉത്തരവാദിത്വം തുടങ്ങിയത് ജീവിതത്തിന്റെ ഭാഗമായി എടുക്കുന്നൊരവസ്ഥ. ഈ ധർമ്മം എന്നത് ബന്ധങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ്. നമുക്കറിയാം, അന്യോന്യം ചെയ്യേണ്ടതെന്തോ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കിനെയാണ് ഇവിടെ ധർമ്മ പദ്ധതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ധർമ്മത്തിലൂടെ അച്ഛനമ്മമാരെ കാണുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ. ഒന്ന്, ഉപഭോഗത്തിലൂടെ കാണുന്നത്, അത് യുക്തിയുടെ അധോ ചലനത്തിൽ ഉണ്ടാകുന്നതാണെങ്കിൽ, യുക്തിയുടെ ഊർധചലനത്തിൽ ഉണ്ടാകുന്നതാണ് ഈ അച്ഛനമ്മമാരെ യുക്തിയോടെ കാണുന്ന അവസ്ഥ. ഈ 3ാമത് ധർമ്മത്തിലൂടെ കാണുന്നു എന്ന് പറയുന്നത് താളത്തിന്റെ അധോചലനത്തിലൂടെ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് നെഗറ്റീവ് അല്ല കേട്ടോ, അത് നെഗറ്റീവ് അല്ല. അവിടെ നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഇനി 4ാമതൊരു വിഭാഗമുണ്ട്, അത് താളത്തിന്റെ ഊർധചലനത്തിൽ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് സ്നേഹത്തിന്റെ കണ്ണിലൂടെ കാണലാണ്. ബന്ധം എന്നുള്ളത് ഒരു ആദരവ് എന്നുള്ളതിനപ്പുറത്തും അലിയലായി മാറുന്നൊരവസ്ഥ, അത് ചേർന്ന് പോകുന്നൊരവസ്ഥ. അവിടെ സ്നേഹവും കരുണയും കൃതജ്ഞതയും ഈ യുക്തിയുടെ പക്ഷത്തല്ല, യുക്തി ഇല്ലാതെ തന്നെ അത് സ്വാഭാവികമായ ഒരു വികാരമായി നമ്മൾ വരുന്നു. അച്ഛനോട് സ്നേഹം, അമ്മയോട് സ്നേഹം എന്ന് പറയുന്നത് തനിക്ക് പാല് തന്ന വ്യക്തിയോട് ഉള്ള ഒരു ഇന്റിമസി ഉണ്ടല്ലോ. അപ്പൊ കുരങ്ങനെ
ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന കുരങ്ങിന് പാൽക്കുപ്പിയിലൂടെ പാല് കൊടുത്ത് എപ്പോഴെങ്കിലും ഒരു ഭീകര ശബ്ദമോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാലും ഈ കുരങ്ങിന്റെ കുഞ്ഞ് ഓടിപ്പോയി പാൽക്കുപ്പിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു പരീക്ഷണമൊക്കെ ഉണ്ട്. അപ്പോ ഭക്ഷണത്തിന്റെ ഉറവിടത്തോട് തന്റെ വിധേയത്വം കാണിക്കുന്നത്, തന്റെ സുരക്ഷ കാക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് അങ്ങനെയല്ല ഈ വരുന്നത്, ഈ 4ാമത്തെ ഭാഗം വരുന്നത് സ്നേഹവും കരുണയും കൃതജ്ഞതയും അവനവന്റെ അകത്ത് നിറഞ്ഞു വരുന്നതാണ്. അവിടെ ഞാനും അവരും തമ്മിലുള്ള അകലം കുറയുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ എന്നത് വേറെ, അവർ അതായത് മാതാപിതാക്കൾ എന്നുള്ളത് വേറെ എന്നുള്ളൊരു അവസ്ഥയില്ല. അവിടെയാണ് ഈ ബന്ധം എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു തലത്തിലും അതായിരിക്കും താതാത്മ്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്കും നമുക്ക് അനുഭവമാകുന്നത്. അവിടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ഐക്യബോധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ അച്ഛനമ്മമാരുടെ സ്നേഹപൂർവ്വം നമുക്ക് ഇടപെടാൻ പറ്റുന്നത് 4ാമത്തെ രൂപമാണ് ഈ പറഞ്ഞത്. അത് താളയുക്തി രാജിയിൽ ഈ 4 ഭാഗങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോ അതായത് സ്നേഹം കൊണ്ട് പ്രവർത്തിക്കുന്നത്, ധർമ്മം കൊണ്ട് പ്രവർത്തിക്കുന്നത്, പിന്നെ യുക്തി കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇനി അതല്ല, വെറും വൈശ്യ സ്വഭാവം, അതായത് ഉപഭോഗം കൊണ്ട് ഉപഭോഗ കാഴ്ചപ്പാടിലൂടെ ഇതിനെ കാണുന്ന ഒരവസ്ഥ. ഇവിടെ അച്ഛനമ്മമാരോടുള്ള ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇത് നമ്മുടെ അടിസ്ഥാന ആറ്റിറ്റ്യൂഡിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി അച്ഛൻ അമ്മ എന്നുള്ളതിന്റെ ഒരു വിപുലപ്പെട്ട രൂപമാണല്ലോ ഈ പ്രകൃതി എന്ന അമ്മത്വം. പ്രകൃതി നമ്മളെ എല്ലാത്തിനെയും, എന്നെയും എന്റെ അച്ഛനെയും അമ്മയെയും നമ്മളെ എല്ലാവരെയും പേറുന്ന ഒരു മഹാസത്തയാണ് അല്ലെ, പൊതു അമ്മയാണ്. ആ പ്രകൃതിക്ക് അകത്താണ് നമ്മൾ, അതിന്റെ പുറത്തല്ല. നമ്മൾ ഇതിനെ എവിടെയാണ് കാണുന്നത്? ഈ പറഞ്ഞ 4 രീതിയിൽ നമ്മുടെ പൊസിഷനിങ്ങിൽ വ്യത്യാസമുണ്ട്. അമ്മ എന്ന് പറയുന്നതിന് നമ്മൾ ഏറ്റവും മുകളിൽ ഈ അമ്മത്വം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന, ആനപ്പുറത്ത് പാപ്പാനിരുന്ന് നിയന്ത്രിക്കുന്നതാണ് വൈശ്യ സ്വഭാവമെങ്കിൽ, അതായത് ഉപഭോഗ സ്വഭാവമെങ്കിൽ, അങ്ങനെയല്ല, അതിന് വേണ്ടുന്ന പരിഗണനകൾ നൽകേണ്ടതുണ്ടെന്ന് ആനപ്പാപ്പാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് യുക്തിയുടെ ഊർധ്വ സ്വഭാവം കൊണ്ടുണ്ടാവുന്നത്. അതേസമയം അവയുടെ ധർമ്മമാണ്, ഞാൻ എന്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത് എന്നുള്ള രീതിയിൽ, യുക്തിയുടെയല്ല, ഞാൻ ഭൂമിയുടെ ഭാഗമാണ്, അതിനോടുള്ള ധർമ്മം പാലിക്കലാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഒരു യഥോസ്ഥിതിയുടെ വികാരമാണ്, താളാത്മക വികാരമാണ് എന്റെ താള അധോ ചലനത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ മറുപക്ഷമാണ് താളത്തിന്റെ ഊർധ്വ ചലനമാണ് നമ്മുടെ ഉള്ളില് ഈ സ്നേഹത്തിന്റെ ഒരു ഭാഷ്യത്തില് നമ്മൾ അവയോട് ചേർന്ന് നിൽക്കുന്നത്. ഈ ശരീരവും മനസ്സും ജീവനും പ്രകൃതിയുടെ ദാനമാണെന്നുള്ളത് അവിടെ നമ്മൾ തിരിച്ചറിയാണ്. അതായത് പ്രകൃതിക്ക് പുറത്ത്, പ്രകൃതിയുടെ മുകളിലോ പുറത്തോ ആയിട്ട് നമുക്കൊരു സ്വതന്ത്ര അസ്തിത്വം ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ആർക്കാണ് മനസ്സിലാവുക? ഈ 4 കാറ്റഗറി ഉണ്ടല്ലോ, 4 കാറ്റഗറിയിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ ആ തീരുമാനത്തിലേക്ക് വരുന്നത്. പ്രകൃതിയാണ് മഹാഗർഭമെന്നും നാം അതിലെ കോശങ്ങളാണെന്നും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ പറഞ്ഞ 4 രീതികളുണ്ട്. 4 രീതിയിൽ ആദ്യം പറഞ്ഞത് ഉപഭോഗ ജീവിതമാണ്, കൺസ്യൂമറിസ്റ്റിക് ലൈഫ്. പ്രകൃതിയെ ഉപയോഗിക്കാനുള്ള വസ്തുവായിട്ട് കാണുന്ന ഒരവസ്ഥ. അവിടെ എന്റെ സൗകര്യം, സ്വന്തം സൗകര്യത്തിനാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. അത് പ്രകൃതിയിലെ വിഭവത്തെ അല്ലെ പ്രകൃതിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ മൂല്യം നമ്മൾ കണക്കാക്കുന്നത്. ഈ സമീപനമാണ് ചൂഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അവിടെ പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുന്നു. ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ ഉണ്ടായി വരുന്നത് ഇതാണ്, ഈ ആൽഗോരിതമാണ്, ഉപഭോഗ ജീവിതം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നമ്മൾ യുക്തി കൊണ്ട് നമ്മൾ ഇതിനെ പറഞ്ഞു, പ്രകൃതി സൗഹൃദ ജീവിതം എന്ന് പറയുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കി. യുക്തിപരമായ സഹവർത്തിത്വം നമ്മൾ അവിടെ രൂപപ്പെടുത്തി. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഉപഭോഗം ചെയ്യേണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ഈ ഇടപെടലാണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം തേടുന്നൊരവസ്ഥ. നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് പോകാൻ ഒരു മെക്കാനിസം നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോഴും നമ്മൾ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള കാഴ്ചയിൽ നിന്നുകൊണ്ടാണ് കാണുന്നത്. പ്രകൃതിയെ നമ്മളെ സംരക്ഷിക്കേണ്ടതാണെന്നുള്ള അഹത്തിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് കാണുന്നത്. അപ്പോ ഇത് പ്രകൃതി സൗഹൃദ ജീവിതമാണ്.
അടുത്തത് ഈ ധർമ്മത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ ധർമ്മത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴോ ഇത് പ്രകൃതി കേന്ദ്രിത ജീവിതമാണ്, ഇക്കോസെൻട്രിക് ലൈഫ് എന്നുള്ള രീതിയിൽ വരുന്നു. എവിടെയാണ് ഡീപ് ഇക്കോളജിയൊക്കെ സാധാരണ നിൽക്കുന്നത്? മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ, എല്ലാ ജീവജാലങ്ങൾക്കും സഹജ മൂല്യമുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരവസ്ഥ. അവിടെ സർവ്വ ജീവജാലങ്ങളുടെയും ആ ആന്തരിക മൂല്യത്തെ കണ്ടുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിലുള്ള ഒരു പരസ്പരാനന്ദത്തിന്റെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം പ്രകൃതിയുടെ സമഗ്രതയെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മുടെ ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് അവിടെ ജീവിതം എന്ന് പറയുന്നത് പരസ്പര ആശ്രയത്വത്തിന്റെ, പരസ്പര ദാനത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത്. അവിടെ പ്രകൃതിയുടെ സുഖമാണ് നമ്മുടെ സുഖം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇത് താളാത്മകമായ ഒന്നാണ്, ഡീപ് ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ഇതിന്റെ തൊട്ടടുത്ത വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് അത് പ്രകൃതി കേന്ദ്രിത ജീവിതമല്ല, പ്രകൃതി ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പ്രകൃതി ജീവിതം എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് ഭക്തിയും അലിയലും അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് ശരിക്കും റെവറൻഷ്യൽ ഇക്കോളജി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഭക്തി ഉണ്ടാവുന്ന ഒരവസ്ഥ, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ. പ്രകൃതിയെ നമ്മൾ കേവലം സംരക്ഷിക്കുന്നതല്ല, നമ്മൾ അതായിരിക്കുന്ന ഒരവസ്ഥ, അതിനകത്തായിരിക്കുന്ന ഒരവസ്ഥ, ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, നമ്മൾ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളതാണ്. പ്രകൃതിയുടെ അകത്ത് ആയിരിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. അവിടെ ജീവിതം എന്ന് പറയുന്നത് നന്ദിയുടെ, സ്നേഹത്തിന്റെ ഒരു അനുഷ്ഠാനമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. ഈ പ്രകൃതിയോടുള്ള ഐക്യം എന്ന് പറയുന്നത് ഒരു ആത്മീയ അനുഭവമാകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഫീൽ ചെയ്യും, നമ്മുടെ അനുഭവമായി മാറും. ഇതാണ് പ്രകൃതി ജീവിതത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഇതില് ഈ താളയുക്തികളുടെ കാര്യം പറയുമ്പോൾ താളത്തിന്റെ ഊർധ്വ ദിശ, അധോ ദിശ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദിശകള് ഞാനിവിടെ പറഞ്ഞതിന് എനിക്ക് തന്നെ അതിന് വ്യക്തതയില്ല. നമ്മളത് സാഹചര്യങ്ങൾക്ക് വെറും 2 ഡയമെൻഷണൽ അല്ല, അത് മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഏത് ദിശ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്താണെങ്കിലും ഈ യുക്തി താളങ്ങളുടെ ആ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള, മാതാപിതാക്കളുള്ള ബന്ധത്തെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ആൽഗരിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ കൺസ്യൂമറിസ്റ്റിക് ലൈഫ് ഉണ്ട്, അതല്ലാതെ ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് ഉണ്ട്, ഇക്കോ സെൻട്രിക് ലൈഫ് ഉണ്ട്, ഇക്കോ ലൈഫ് ഉണ്ട്. ഇക്കോ ലൈഫ് എന്ന് വെച്ചാൽ റെഫറൻഷ്യൽ ഇക്കോളജിക്കൽ ആയിട്ടുള്ള ലൈഫ്, മറ്റേത് ഡീപ് ഇക്കോളജിക്കൽ ലൈഫ്, ഷാലോ ഇക്കോളജിക്കൽ ലൈഫ്, പിന്നെ നോ ഇക്കോളജി, ഇക്കോളജിയോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് 4 തരം ജീവിതക്രമങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ അച്ഛനമ്മമാരെ കാണുന്ന രീതിയിൽ പ്രകൃതിയെ കാണുന്ന ഒരു ആൽഗരിതം. അത് അച്ഛനമ്മമാരെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രകൃതിയെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ പ്രകൃതിയോട് നമുക്കുള്ള ബന്ധം നമ്മുടെ ജീവിത ദർശനത്തെ നിർണ്ണയിക്കും. നമ്മുടെ ഉപഭോഗത്തിൽ നിന്ന് ഭക്തിയിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത്. നമ്മളത് പണ്ട് ആ അവസ്ഥയായിരുന്നു, ഭക്തിയിൽ ഉറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നും ഇത് നമ്മൾ വളരെ താഴത്തേക്ക് ഡാമ്പ് ചെയ്ത് വന്നിട്ട് ഇനിയുള്ള ഉയർച്ച ഉണ്ടാകേണ്ടത് ആ ഉപഭോഗത്തിൽ നിന്നും ഭക്തിയിലേക്കുള്ള, പ്രകൃതിയുള്ള ഭക്തിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലേക്ക് മനുഷ്യരെത്തും, അവിടെ ഒഴുകും. അവിടെ പ്രകൃതിയെ അമ്മത്തമായി അനുഭവിക്കുമ്പോൾ ജീവിതം സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയായിട്ട് മാറും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഉപഭോഗത്തിന്റെ പീക്കിൽ ചെന്നിട്ട്, അതിന്റെ ആ ബെൽഗ്രാഫ് ഉണ്ടല്ലോ, അതിന്റെ പീക്കിൽ ചെന്നിട്ട് നമ്മൾ കുത്തനെ താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുകയാണോ, പ്രകൃതിക്ക് അകത്തായിരിക്കുകയാണോ വേണ്ടത്? അകത്തായിരിക്കുന്ന റെവറൻഷ്യൽ ഇക്കോളജിയുടെ അടിസ്ഥാന ആൽഗരിതം. നിങ്ങൾ ഇതിലെവിടെയാണ് നിൽക്കുന്നത്? ഒരു സ്വയം പരിശോധന വേണ്ട തന്നെ. ഒന്ന് നോക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.